ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ നമ്മൾ നവ്യടുത്ത് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും സിയെയും നന്ദുവിൻ്റെയും കല്യാണം എന്തായാലും നടക്കണം, നിങ്ങൾ അതിനൊക്കെ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ അഭിയുടെ ഓരോ കള്ളത്തരങ്ങൾക്കൊക്കെ ഒരു പോലീസുകാരൻ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അവിക്ക് അതൊരു ഉപകാരമാവുമല്ലോ. നമ്മൾ എന്തായാലും നന്ദു ആണെങ്കിൽ അവിക്ക് എന്തായാലും അതിന് സപ്പോർട്ട് ചെയ്തൊന്നും നിൽക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അഭിയാണെങ്കിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ എന്തായാലും അയാൾ പറയുന്നുണ്ട് പെട്ടെന്നൊന്നും ഒരു ആണിന് കീഴടങ്ങുന്ന ഒരു പെൺകുട്ടിയല്ല നന്ദു എന്ന്. അപ്പോഴത്തേക്ക് അയാൾക്ക് അത്രയ്ക്ക് ഒരു വിശ്വാസം നന്ദുവിൻ്റെ അടുത്ത് ഉള്ളപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ ഒരുമിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നവ്യ പറയുന്നുണ്ട് ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ നവ്യ പറയുന്നുണ്ട് അതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ, പക്ഷേ അതിനിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ അനന്തപുരിയിലെ പയ്യന് അനിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഭി പറയുന്നുണ്ട് നിങ്ങൾ 4 പേരും കൂടെ നന്ദുവിനെ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ആ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് നടക്കും എന്നൊക്കെ നമ്മൾ അഭിയാണെങ്കിലും നമ്മളെ നവ്യയ്ക്ക് എരിയേറ്റീവ് കൊടുക്കുന്നുണ്ട്. കാണിക്കാൻ നമ്മളെ ജാനകി അനിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട് എന്തായാലും എന്താ ഇപ്പം നന്ദുവിൻ്റെയും പിന്നെ സിയയുടെയും കല്യാണം ഇതൊക്കെ നടക്കാൻ പോയതിനിടയ്ക്കൂടെ നീ എന്തെങ്കിലും വേലത്തനങ്ങളൊക്കെ കാണിച്ചുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പഴയ ഡയലോഗൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അജയൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ അമ്മ ചുമ്മാ എൻ്റെ പിറകെ നടന്ന് ഓരോ ശല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ നവ്യയാണ് കേട്ടോ. നവ്യയാണെങ്കിൽ നമ്മുടെ നയൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നന്ദുവിന് നല്ലൊരു കല്യാണ ആലോചന വന്നത്, അവളുടെ ജീവിതമാണ് നമുക്ക് വലുത്, അതുകൊണ്ട് നീ തന്നെ പിന്നെ അനിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് നമ്മളെ നയനടുത്തൊക്കെ സംസാരിക്കുന്നത്. പിന്നെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.